ഹായ് എവ്രി വൺ. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോർമൽ ഫോം എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. We will show that any equation of the form y double dash plus p of x y dash plus q of x y equal to 0 can be written as u double dash plus q of x u equal to 0. ഒരു ഹോമോജിനസ് സെക്കൻഡ് ഓർഡർ ലീനിയർ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ y ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് വൈ ഡാഷ് പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 എന്നുള്ള ഫോമിലുള്ള ഏതൊരു ഇക്വേഷനെയും യു ഡബിൾ ഡാഷ് പ്ലസ് ക്യൂ ഓഫ് എക്സ് യു ഈക്വൽ ടു 0 എന്നുള്ള ഫോമിലേക്ക് എഴുതാൻ പറ്റും. ഈ യു ഡബിൾ ഡാഷ് പ്ലസ് ക്യൂ ഓഫ് എക്സ് യു ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് ഈ സെക്കൻഡ് ഓർഡർ ഹോമോജിനസ് ലീനിയർ ഇക്വേഷൻ്റെ നോർമൽ ഫോം എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ പ്രൊസീജിയർ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വൈക്ക് നമ്മൾ യു വി എന്ന് കൊടുക്കുകയാണ്. വൈ ഓഫ് എക്സ് ഈക്വൽ ടു യു ഓഫ് എക്സ് ഇൻറ്റു വി ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു പുതിയൊരു ഫംഗ്ഷനായിട്ട് എടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണും വൈ ഡാഷ് ഈക്വൽ ടു ഇതിൽ പ്രൊഡക്റ്റ് റൂൾ വരും. കാരണം യു ഓഫ് എക്സ് എന്ന് പറയുന്നത് വി ഓഫ് എക്സ് എന്ന് പറയുന്നത് രണ്ട് ഫംഗ്ഷൻസാണ് എക്സിലുള്ളത്. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വൈ ഡാഷ് ഈക്വൽ ടു യു വി ഡാഷ് പ്ലസ് യു ഡാഷ് വി എന്ന് കിട്ടും. അതേപോലെ തന്നെ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാം. വീണ്ടും രണ്ട് ഫങ്ഷൻസാണ് യു വി ഡാഷ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വീണ്ടും നമ്മൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ യു വി ഡബിൾ ഡാഷ് പ്ലസ് യു ഡാഷ് വി ഡാഷ് പ്ലസ് ഇതിലും പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ യു ഡബിൾ ഡാഷ് വി പ്ലസ് യു ഡാഷ് വി ഡാഷ് വരും. യു ഡാഷ് വി ഡാഷ് രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ 2 യു ഡാഷ് വി ഡാഷ് എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വൈ ഡബിൾ ഡാഷ് ഈക്വൽ ടു യു വി ഡബിൾ ഡാഷ് പ്ലസ് 2 യു ഡാഷ് വി ഡാഷ് പ്ലസ് യു ഡബിൾ ഡാഷ് വി എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. അതിൽ വൈ ഡബിൾ ഡാഷ് വൈ ഡാഷ് വൈ ഇതിനെല്ലാനും നമ്മൾ പുതിയത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടും യു വി ഡബിൾ വൈ ഡബിൾ ഡാഷിന് പകരം കിട്ടിയത് യു വി ഡബിൾ ഡാഷ് പ്ലസ് 2 യു ഡാഷ് വി ഡാഷ് പ്ലസ് യു ഡബിൾ ഡാഷ് വി പ്ലസ് പി ഓഫ് എക്സ് ഇൻറ്റു വൈ ഡാഷ് ആയിരുന്നു. വൈ ഡാഷ് നമുക്ക് ഇവിടെ കിട്ടി യു വി ഡാഷ് പ്ലസ് യു ഡാഷ് വി കിട്ടി പ്ലസ് ക്യൂ ഓഫ് എക്സ് ഇൻറ്റു വൈക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് യു വി ഈക്വൽ ടു 0. ഇതിന് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് കിട്ടും വി യു ഡബിൾ ഡാഷ് പ്ലസ് 2 വി ഡാഷ് പ്ലസ് പി വി യു ഡാഷ് പ്ലസ് വി ഡബിൾ ഡാഷ് പ്ലസ് പി വി ഡാഷ് പ്ലസ് ക്യൂ വി യു ഈക്വൽ ടു 0. ഇത് വീണ്ടും ഒരു സെക്കൻഡ് ഓർഡർ ലീനിയർ ഹോമോജിനസ് ഇക്വേഷനാണ്. യുവിൽ അതിൻ്റെ കോഎഫിഷ്യൻസ് വന്നത് വിയിലെ ഫങ്ഷൻസിൻ്റെ സമ്മിലുള്ള കോഎഫിഷ്യൻസ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ യു ഡാഷിൻ്റെ കോഎഫിഷ്യൻറ്റ് നമ്മൾ ഈക്വൽ ടു 0 കൊടുക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ യു ഡാഷിൻ്റെ കോഎഫിഷ്യൻറ്റ് നോക്കൂ 2 വി ഡാഷ് പ്ലസ് പി വി ആണ്. അപ്പോൾ നമ്മൾ 2 വി ഡാഷ് പ്ലസ് പി വി ഈക്വൽ ടു 0 അതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വി ഡാഷിന് ഒരു സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ട് ബാക്കിയെല്ലാം നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ 2 വി ഡാഷ് ഈക്വൽ ടു മൈനസ് പി വി. അപ്പോൾ വി ഡാഷ് ഈക്വൽ ടു മൈനസ് പി വി ബൈ 2 കിട്ടി. വി ഡാഷ് ബൈ വി ഈക്വൽ ടു മൈനസ് പി ഓഫ് എക്സ് ബൈ 2. നമ്മൾ 3ഉം 4 എന്ന് പറഞ്ഞ ഇക്വേഷൻ കൊടുത്തു. ഇനി നമുക്ക് ഫോർത്ത് ഇക്വേഷൻ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം രണ്ട് സൈഡിലും. അപ്പോൾ ഇൻ്റഗ്രൽ വി ഡാഷ് ബൈ വി ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് പി ഓഫ് എക്സ് ബൈ 2 കിട്ടി. ഇൻ്റഗ്രൽ വി ഡാഷ് ബൈ വി നമുക്ക് നോക്കാം. ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്ററിൽ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ലോഗ് കിട്ടി. അപ്പോൾ ലോഗ് വി ഈക്വൽ ടു റൈറ്റ് ഹാൻഡിൽ കോൺസ്റ്റൻറ്റിനെ പുറത്തേക്ക് എടുത്തു. അത് ഇൻ്റഗ്രലായിട്ട് തന്നെ എഴുതി -1/2 ഇൻ്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ്. ഇനി നമ്മൾ എക്സ്പൊണൻഷ്യൽ എടുക്കുകയാണ് രണ്ട് സൈഡിലും. അപ്പോൾ വി ഈക്വൽ ടു ഇ റേസ് ടു -1/2 ഇൻ്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ് എന്ന് കിട്ടി. ഈ നമുക്കറിയാം എക്സ്പോണൻറ്റ് ഫംഗ്ഷൻ ഒരിക്കലും വാനിഷ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ എ എന്ന് പറയുന്ന ഇക്വേഷൻ അതിൽ കോഎഫിഷ്യൻസ് വിയിലല്ല എഴുതിക്കണം. വി കിട്ടിയേക്കുന്നത് ഇ റേസ് ടു -1/2 ഇൻ്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ്. വി ഒരിക്കലും വാനിഷ് ചെയ്യില്ല. അപ്പോൾ ഈ പറയുന്ന എ എന്ന് പറയുന്ന ഇക്വേഷനും ഒരിക്കലും വാനിഷ് ചെയ്യില്ല. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ തേർഡ് ഇക്വേഷൻ 2 വി ഡാഷ് പ്ലസ് പി വി ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 വി ഡബിൾ ഡാഷ് പ്ലസ് എന്തായിരുന്നു 2 വി ഡബിൾ ഡാഷ് പ്ലസ് പിയും വിയും വീണ്ടും എക്സിലുള്ള ഫങ്ഷൻസാണ്. അപ്പോൾ നമുക്ക് പി ഓഫ് എക്സ് ഇൻറ്റു പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ പി വി ഡാഷ് പ്ലസ് വി പി ഡാഷ് എന്ന് കിട്ടും ഈക്വൽ ടു 0. ഓക്കെ. ഇനി നമ്മൾ
ഓരോ ടൈമിലും ഡിനോമിനേറ്റർ വി വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2v" ബൈ വി പ്ലസ് pv' പ്ലസ് p' = 0 കിട്ടി. ഇനി നമ്മുടെ ഫോർത്ത് ഇക്വേഷൻ നോക്കൂ. v' എന്ന് പറയുന്നത് -p/2 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ അതിനെ സെക്കൻഡ് ടൈമിൽ v'/vയിൽ നമുക്ക് -p/2 എന്ന് പറഞ്ഞിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ 2v" പ്ലസ് p ഇൻറ്റു -p/2 പ്ലസ് p' = 0 കിട്ടി. ഇനി നമ്മൾ v'/vനെ ലെഫ്റ്റ് സൈഡിൽ നിർത്തിയിട്ട് ബാക്കിയെല്ലാം റൈറ്റ് ഹാൻഡിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ നമുക്ക് കിട്ടും p²/4 -p'/2 എന്ന് കിട്ടും. അതിന് നമ്മൾ ഫിഫ്ത്ത് ഇക്വേഷൻ എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി നമ്മുടെ എ നോക്കാം. എയിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടും എ എന്തായിരുന്നു v'. എന്നിട്ട് നമ്മൾ u' കോയിഫിഷ്യൻ്റ് 0 എന്ന് കൊടുത്തില്ല. അപ്പോൾ അത് പോയി. ബാക്കിയുള്ളത് v'+ പ്ലസ് pv' പ്ലസ് qv ഇൻറ്റു u = 0. അപ്പോൾ അതങ്ങനെ എഴുതി. അതിൽ ഇനി നമുക്കറിയാം v'/v എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കിട്ടി. ഫിഫ്ത്ത് ഇക്വേഷൻ p²/4 p'/2 അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ v'/vക്ക് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഫോർത്ത് ഇക്വേഷൻ നോക്കൂ, -p/2 അത് നമ്മൾ വീണ്ടും ഇക്വേറ്റ് ചെയ്തു. ദെൻ പ്ലസ് q ഇൻറ്റു u = 0. ഇനി നമ്മൾ ഇതിനെ വീണ്ടും റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ യുവിൻ്റെ കോയിഫിഷ്യൻ്റ് നോക്കൂ. അതിൽ p²/4 p²/2 p'/2 കിട്ടും. അതിൽ റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് -p²/4 p'/2 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടിയത് u'+ പ്ലസ് q -p²/4 p'/2 ഇൻറ്റു u = 0. ഇതിനെയാണ് നമ്മൾ നോർമൽ ഫോം എന്ന് പറയുന്നത്. വെച്ച് കഴിഞ്ഞാൽ u'+ പ്ലസ് q(x) u = 0 എന്ന് പറയുന്നത്. അതിൽ q(x) എന്ന് പറയുന്നത് q(x) -p²x/4 -1/2 p'(x). ഇതാണ് നോർമൽ ഫോം. ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ബെസ്സൽ ഇക്വേഷൻ്റെ നോർമൽ ഫോമാണ്. ഈ ക്വസ്റ്റ്യൻ ജൂൺ 2020 എക്സാമിന് വന്നേക്കുന്നതാണ്. അതിൽ ബെസ്സൽ ഇക്വേഷൻ്റെ നോർമൽ ഫോം കാണാൻ പറഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഷോ ദാറ്റ് നോർമൽ ഫോം ഓഫ് ബെസ്സൽ ഇക്വേഷൻ ഈസ് u'+ പ്ലസ് 1 പ്ലസ് 1 4p²/4x² u = 0 എന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ബെസ്സൽ ഇക്വേഷൻ എന്താണെന്നറിയാം. x² y'+ പ്ലസ് xy' പ്ലസ് x² -p² y = 0 എന്നറിയാം. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമിൽ y'-ൻ്റെ കോയിഫിഷ്യൻ്റ് 1 ആയിരിക്കണം. ഇവിടെ x² ആണ്. അപ്പോൾ നമ്മൾ ത്രൂ ഔട്ട് x² വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ y'-ൻ്റെ കോയിഫിഷ്യൻ്റ് 1/x വരും. x² -p²/x² വരും y-യുടെ കോയിഫിഷ്യൻറ്റിൽ. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് ഫോം കിട്ടി. അതിൽ p(x)ഉം q(x)ഉം നമുക്ക് p(x) എന്ന് പറയുന്നത് y'-ൻ്റെ കോയിഫിഷ്യൻറ്റ് ദാറ്റ് ഈസ് 1/x. ദെൻ y-യുടെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് q(x) x² -p²/x² വരും. ഇനി നമുക്ക് v കണ്ടെത്തണം. v നോക്കുമ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെ. y(x) എന്ന് പറയുന്നത് uv സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. y' u'(v) പ്ലസ് uv' കിട്ടും. y'' uv' പ്ലസ് 2u'(v' പ്ലസ് vu'. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ b. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും y'' എന്ന് പറയുന്നത് uv' പ്ലസ് 2u'(v' പ്ലസ് vu'' എന്നറിയാം. അത് കൊടുത്തു. ദെൻ 1/x എന്ന് പറയുന്നത് p ആണ്. ദെൻ കിടക്കുന്നത് y' ആണ്. അതിനെ നമ്മൾ u'(v) പ്ലസ് uv' എന്ന് കൊടുക്കും. ദെൻ x² -p²/x² എന്ന് പറയുന്നത് q ആണ്. അത് കൊടുത്തു. y എന്ന് പറയുന്നത് നമ്മൾ uv ആയിട്ട് എടുത്തു =0. ഇത് വീണ്ടും റീഅറേഞ്ച് ചെയ്തെഴുതുമ്പോൾ വീണ്ടും ഒരു ഹോമോജിനസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടും. അതിലെ u'-ൻ്റെ കോയിഫിഷ്യൻ്റ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും 2v' പ്ലസ് p(x) v = 0 കിട്ടി. 2v' -p(x) ഇൻറ്റു v v'/v എന്ന് പറയുന്നത് -p(x/2) ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ v = വീണ്ടും എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ അത് കിട്ടി. കഴിഞ്ഞ് നമുക്കറിയാം അത് വാനിഷ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് നോർമൽ ഫോം എന്ന് പറയുന്നത് ഏത് ഫോമിൽ എഴുതാൻ പറ്റുമെന്ന് കിട്ടി. u'+ പ്ലസ് q(x) u = 0 എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും. അതിൽ q(x) നമുക്ക് കിട്ടിയിട്ടുണ്ട്. q(x)
ക്യൂ ഓഫ് എക്സ് മൈനസ് പി ഓഫ് എക്സ് സ്ക്വയർ ബൈ 4 മൈനസ് 1/2 പി ഡാഷ് ഓഫ് എക്സ് എന്നുള്ളത്. അതിൽ ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് കണ്ടെത്താനായിട്ട് നമ്മൾ ഇതിൽ ഇക്വേഷനിൽ നോക്കൂ. ക്യൂ ഓഫ് എക്സും പി ഓഫ് എക്സ് എഴുതിയിട്ടുണ്ട്. പി ഓഫ് എക്സ് 1/x ക്യൂ ഓഫ് എക്സ് എക്സ് സ്ക്വയർ മൈനസ് പി സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ. അത് കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടും ക്യൂ ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് സ്ക്വയർ മൈനസ് പി സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ മൈനസ് പി ഓഫ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ പി ഓഫ് എക്സ് നമുക്കറിയാം 1/x ആണ്. സ്ക്വയർ വരുമ്പോൾ 1/x സ്ക്വയർ. അപ്പോൾ മൈനസ് 1/4 1/x സ്ക്വയർ മൈനസ് പി ഡാഷ് എക്സ്. നമുക്ക് പി ഓഫ് എക്സ് 1/x ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് മൈനസ് 1/x സ്ക്വയർ വരും. അപ്പോൾ മൈനസ് 1/2 ഇൻറ്റു മൈനസ് 1/x സ്ക്വയർ. ദെൻ ഇത് നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് പി സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ മൈനസ് 1/4 1/x സ്ക്വയർ പ്ലസ് 1/2 നെഗറ്റീവ് പോസിറ്റീവായി 1/2 ഇൻറ്റു 1/x സ്ക്വയർ കിട്ടി. ഇവിടെ മൈനസ് 1/4x സ്ക്വയർ പ്ലസ് 1/2x സ്ക്വയർ ആണ്. അത് റെഡ്യൂസ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് 1/4x സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ എക്സ് സ്ക്വയർ മൈനസ് പി സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1/4x സ്ക്വയർ കിട്ടി. ഇതിനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എക്സ് സ്ക്വയർ മൈനസ് പി സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ, ഇതിൽ ഡിനോമിനേറ്ററിൽ 4 ആണല്ലോ ഇല്ലാത്തത്. അപ്പോൾ നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 4 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഡിനോമിനേറ്റർ രണ്ടും 4x സ്ക്വയർ കിട്ടി. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ന്യൂമറേറ്റർ ആഡ് ചെയ്തു. 4x സ്ക്വയർ മൈനസ് 4p സ്ക്വയർ പ്ലസ് 1/4x സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ഇത് നമുക്ക് എന്തിട്ടാണ് കിട്ടിയേ? ക്യൂ ഓഫ് എക്സ് ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് നോർമൽ ഫോം എഴുതി കൂടെ? നോർമൽ ഫോം എന്തായിരുന്നു? യു ഡബിൾ ഡാഷ് പ്ലസ് ക്യൂ ഓഫ് എക്സ് യു ഈക്വൽ ടു 0. ക്യൂ ഓഫ് എക്സിന് പകരം അപ്പോൾ നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ യു ഡബിൾ ഡാഷ് പ്ലസ് 4x സ്ക്വയർ മൈനസ് 4p സ്ക്വയർ പ്ലസ് 1/4x സ്ക്വയർ യു ഈക്വൽ ടു 0. നമ്മുടെ അടുത്ത് അത്രയും മതി. എന്നാലും നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് യു ഡബിൾ ഡാഷ് പ്ലസ് 1 മൈനസ് 4p സ്ക്വയർ ബൈ 4x സ്ക്വയർ യു ഈക്വൽ ടു 0 എന്ന് പറഞ്ഞുകൊണ്ട് നോർമൽ ഫോം എന്ന് പറഞ്ഞേക്കണം. അപ്പോൾ നമ്മൾ വീണ്ടും റെഡ്യൂസ് ചെയ്യുമ്പോൾ 4x സ്ക്വയർ വെച്ചിട്ട് ഓരോ ടൈമിനും ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 1 പ്ലസ് 1 മൈനസ് 4p സ്ക്വയർ ബൈ 4x സ്ക്വയർ യു ഈക്വൽ ടു 0. Okay, thank you.